വീഡിയോ വിവാദമായിട്ടുണ്ട്, അതിനെക്കുറിച്ച് കമന്റ് ഉണ്ടോ? ഇയാൾ പബ്ബില് ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതായത് എനിക്ക് സത്യം പറഞ്ഞ ഇതിന് കമന്റ് ചെയ്യാനായിട്ട് ഞാൻ ആരുമല്ല. ഒരു വ്യക്തി എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇറ്റ്സ് ഓൾ അപ് ടു ദം. ഞാൻ ആരുമല്ല. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ബാക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഉത്തരം പറയാനായിട്ട്. എന്തിനും കമന്റ് ചെയ്യാൻ നിങ്ങളുണ്ടല്ലോ. എനിക്കൊന്നും പറയാനില്ല. അല്ല, രേണു പറയുന്നുണ്ട് രേണു ബാർ വിത്ത് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനോ എന്താണതിന് വേണ്ടിയിട്ടാണ് പോയേക്കുന്നത്. ഞാൻ അതൊരു കുറ്റമായിട്ടല്ല പറഞ്ഞത്. രേണു തന്നെയാണ്, രേണുവിന്റെ കോൺടാക്ട് ഉള്ള ആള് വാട്സപ്പ് ഉണ്ട് എനിക്ക്. അപ്പൊ രേണു വാട്സപ്പിൽ സ്റ്റോറി ഇട്ടതാണ് ഞാൻ പറഞ്ഞത്. വാട്സപ്പിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പുള്ളിക്കാട്ടി ബാറിൽ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇപ്പോ കള്ളു കുടിക്കുന്ന അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാട്ടി ചെയ്ത കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു മോശം ആയിട്ടൊരു വർക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നോട് നിങ്ങൾ ചോദിച്ചു രേണു ഗൾഫിൽ പോയല്ലോ, അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയോണ്ടാണോ? അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയോണ്ടല്ല. രേണു അവിടെ പോയിട്ട് ബിയർ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നു, രേണു ഡാൻസ് ചെയ്യുന്നു, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി, ഇല്ലാത്തവര് കഴിക്കേണ്ടതേ. പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവിൽ എന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത്. അതൊക്കെ പ്രൊമോഷൻ ആയിരുന്നു. അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചതേ പറ്റും. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അഭിനയിച്ചതാണ്. ലക്ഷ്മി നക്ഷത്രയും രേണു സുനിയും തമ്മിലുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. ഇരുവരും ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ്. ടെലിവിഷൻ മിമിക്രി കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ മരണത്തോടെയാണ് രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത്. കൊല്ലം സുധി അപ്രതീക്ഷിതമായ വാഹനാപകടത്തിൽ മരിച്ചതോടെ അനിശ്ചിതത്തിലായ രേണുവിനെയും മക്കളെയും സഹായിച്ചവരിൽ ലക്ഷ്മി നക്ഷത്രം മുന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. രേണു സുധിയെ സഹായിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു. സുധിയുടെ മണമുള്ള ഷർട്ടിൽ നിന്ന് പെർഫ്യൂം നിർമ്മിച്ച് ലക്ഷ്മി നക്ഷത്ര രേണുവിന് സമ്മാനിച്ച് വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളും ലക്ഷ്മി നക്ഷത്ര നേരിട്ടിരുന്നു. ഇത് യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കൂട്ടാനുള്ള ശ്രമമാണ് എന്നായിരുന്നു പ്രധാന വിമർശനം. രേണു സുധി സമൂഹ മാധ്യമങ്ങൾ വൈറലായതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചു നേരിട്ടതായിട്ടുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. ഇരുവരും ഈ വാർത്തകളെല്ലാം നിഷേധിക്കുകയും ചെയ്തു. എങ്കിലും ഇരുവരും ഒരുമിച്ച് ഒരിടത്തും കാണാതിരുന്നതും അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസിലെ നിറം മങ്ങിയ പ്രകടനത്തിന് ശേഷം പുറത്തിറങ്ങിയ രേണു ഉദ്ഘാടന ചടങ്ങുകളിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. അടുത്തിടെ ദുബായിലെ ഒരു റെസ്റ്റോറന്റില് ബാർ ഉദ്ഘാടനം ചെയ്യാനും പോയിരുന്നു. ഇവിടെ നിന്നുള്ള രേണുവിന്റെ ഡാൻസ് വീഡിയോകൾ വലിയ വൈറലാവുകയും ചെയ്തു. അതിനിടെ രേണു ദുബായിലെ ബാർ ഡാൻസർ ആയാണ് പോയതെന്നുള്ള പ്രചാരണവും ഉണ്ടായി. എന്നാൽ താൻ ഫാമിലികൾ പങ്കെടുത്ത റെസ്റ്റോറന്റ് ഒരു ഉദ്ഘാടനത്തിനാണ് പോയതെന്നാണ് രേണു വ്യക്തമാക്കിയത്. എങ്കിലും രേണുവിന്റെ ഡാൻസ് വീഡിയോകൾ വലിയ വിമർശനത്തിന് കാരണമായി. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുന്ന രേണു ബാറിൽ ഡാൻസ് ചെയ്യാൻ പോയതും സുധിച്ചേട്ടന് വേണ്ടിയാണോ എന്നായിരുന്നു പലരുടെയും പരിഹാസം. ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മി നക്ഷത്രം പ്രതികരിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കമന്റ് ചെയ്യാൻ താൻ ആരുമല്ല. ഒരു വ്യക്തി എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇതിൽ പ്രതികരിക്കാൻ ഞാൻ ആരുമല്ല. അവര് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നത് അവര് തീരുമാനിക്കട്ടെ. ബാക്കി സോഷ്യൽ മീഡിയയാണ് കമന്റ് ചെയ്യുന്നത്. എനിക്കൊന്നും പറയാനുമില്ല. ഇന്നത്തെ കാലത്ത് സഹായിച്ചു കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് പണി കിട്ടുക എന്നറിയില്ലല്ലോ. നല്ല ഉദ്ദേശത്തോടെ എന്ത് ചെയ്താലും അത് വന്ന് ഭാവിക്കുന്നത് കല്ലേറായിട്ടായിരിക്കും. ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാർ മാജിക്കിൽ പലരുടെയും ഫാമിലിയെ ഹെൽപ്പ് ചെയ്തത്. ഒരു വിഭാഗം നല്ലത് പറഞ്ഞെങ്കിലും ഭൂരിപക്ഷവും നെഗറ്റീവായിട്ടാണ് കമന്റ്സ് ഇട്ടിരുന്നത്. ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു, ഇപ്പോൾ അത് ശീലമായി. അതുപോലെ തന്നെ പെർഫ്യൂം താനിപ്പോൾ ഉപയോഗിക്കാറില്ല എന്നുകൂടിയാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. എന്തായാലും രേണു സുധിയുമായുള്ള ബന്ധം വെച്ച് തന്നെയാണ് പലരും ഇവർ പോകുന്ന ഇനാഗ്രേഷൻ ആയാലും എവിടെ പോയാലും ഒരു ഫംഗ്ഷന് പോയാൽ പോലും ഈ ഒരു മീഡിയക്കാർ പുറകെ നടന്ന് ചോദിക്കും. രേണു സുധിയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് മീഡിയക്കാർ ചോദിച്ചിരിക്കും. അതിനുള്ള മറുപടി ആണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. അതുപോലെ തന്നെയാണ് അനുമോളെ കുറിച്ച് ചോദിച്ചപ്പോഴും താരം പറഞ്ഞ വാക്കുകൾ. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളിലെ ഏറ്റവും ജനപിന്തുണയുള്ള ഒരു താരമാണ് അനുമോൾ. തുടക്കത്തിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന അനുമോള് പിന്നീട് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊണ്ടുവരുന്ന ആളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടെ ടോപ്പ് 5 എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായ അനുമോളുടെ പേരുകളും BB പ്രേക്ഷകർ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അനുമോളെ കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. അതായത് അനുമോളെ കുറിച്ച് പറയുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നും കപ്പിലേക്ക് ഒറ്റയ്ക്ക് വഴിവെട്ടിക്കൊണ്ടിരിക്കുകയാണ് അനു എന്നാണ് ലക്ഷ്മി പറയുന്നത്.
ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്ന താരം. അനു ശരിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബിഗ് ബോസിൽ പോകുമ്പോൾ അടിപൊളിയായിട്ട് ഗെയിം കളിക്കണമെന്ന് താൻ അനുവിനോട് പറയാറുണ്ടായിരുന്നു എന്നുമായിരുന്നു ലക്ഷ്മി പറഞ്ഞത്. ബിഗ് ബോസിൽ അനു ബ്രില്യന്റ് ആണ്. അവളെ പറ്റി പറയുമ്പോൾ താൻ ഭയങ്കര പ്രൗഡാണെന്നും അത്ര അടിപൊളിയാണ് അവൾ ഗെയിം കളിക്കുന്നതെന്നാണ് ലക്ഷ്മി പറയുന്നത്. അനുമോൾ ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ ആകുന്നതിനെ കുറിച്ചും ലക്ഷ്മി നക്ഷത്രം തുറന്നു പറഞ്ഞു. അനു ഇമോഷണൽ ആണ്. നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചീത്ത പറഞ്ഞാലും താനും കരയും. അതൊക്കെ മനുഷ്യന്റെ ഇമോഷൻ അല്ലേ. നല്ലൊരു മനുഷ്യനായാൽ സങ്കടം വരുമ്പോൾ കരയും, സന്തോഷം വന്നാൽ ചിരിക്കുകയും ചെയ്യുമെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. വരും ദിവസങ്ങളിൽ അനുവിന്റെ കൂടുതൽ സ്ട്രാറ്റജിയും ഗെയിമും കാണാമെന്നാണ് ലക്ഷ്മി അവസാനമായിട്ട് പറഞ്ഞത്. അതേസമയം ടോപ്പ് 5 ആരൊക്കെ എത്തുമെന്നുള്ള ചോദ്യത്തിന് താരം മറുപടിയും നൽകി. അനീഷ്, അനു, അക്ബർ എന്നിവർ ടോപ്പ് 5 എത്തുമെന്നായിരുന്നു ലക്ഷ്മി പറയുന്നത്. കൂടാതെ ജിസീലിന്റെ പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട് താരം പറയുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് മലയാളം 7ാം സീസണിലെ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു ജിസീലിന്റേത്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു എവിക്ഷൻ. ഇത്രയും കണ്ടന്റ് തരുന്ന ഒരു മത്സരാർത്ഥി എങ്ങനെ പുറത്തായി എന്നുള്ള ചോദ്യം ആരാധകർക്കുമുണ്ട്. മറ്റ് മത്സരാർത്ഥികളുടെ PR ഗ്രൂപ്പ് വോട്ട് മറിച്ചതാണെന്നുള്ള വാദവും ശക്തമാണ്. ഹൗസിനുള്ളിൽ നിലവിലുള്ള മത്സരാർത്ഥികളെ നോക്കുമ്പോൾ ജിസേൽ ഇപ്പോൾ പുറത്താകേണ്ട ഒരാളായിരുന്നില്ല. കുറച്ചു നാളുകളായി ഗെയിം പോരായിരുന്നുവെങ്കിലും തിരിച്ചുവരവിനുള്ള ശ്രമം ജിസേൽ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ജിസേൽ പുറത്തായി. ഇതാണ് ജിസേൽ ആരാധകരെ വിഷമിപ്പിക്കുന്നത്. മത്സരാർത്ഥി എന്നതിലുപരി വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ജിസേൽ. അനാവശ്യമായിട്ട് വഴക്കുകളുമില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. സഹ മത്സരാർത്ഥികളോട് സൗഹൃദം വന്നതോടെയാണ് ജിസേലിന്റെ ഗെയിമിൽ പാളിച്ചകൾ വന്നത്. അപ്പോൾ പോലും പ്രേക്ഷകരുടെ ഹേറ്റ് നേടാതെയാണ് ജിസേൽ പുറത്തായിരിക്കുന്നത്. പുറത്തായതിനു ശേഷം ജിസേൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച ഫോട്ടോയാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. അതായത് ബിഗ് ബോസിൽ ഒരു ടാസ്കിനിടെ ജിസേലിന്റെ കൈക്ക് പരിക്ക് പറ്റിയിരുന്നു. മുറിവിന്റെ പാടാണ് ജിസേൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത്. ഈ മുറിവിനെ കുറിച്ച് ജിസേൽ ഷോയിൽ അധികം സംസാരിച്ചിട്ടുമില്ല. മുറിവുള്ളപ്പോൾ അടുക്കള ജോലികളും ക്ലീനിങ് ജോലിയും ജിസേൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്തിരുന്നു. ഇക്കാര്യം പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്രയും വലിയ മുറിവും സ്റ്റിച്ചും ഉണ്ടായിട്ടാണോ ജിസേലിന് ജോലി ചെയ്യാനുള്ള മടി കൊണ്ടാണ് ആരിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞ് ആ പാവത്തിനെ കുറ്റപ്പെടുത്തിയത്? എന്നിട്ട് ജിസേലിന് മനഃപൂർവ്വം പാത്രം കഴുകുന്ന ടീമിലും ഇട്ടു. അടുത്ത ആഴ്ച ബിന്നി ക്യാപ്റ്റൻ ആയപ്പോൾ ടോയ്ലറ്റ് ടീമിലും ഇട്ടു. ജിസേൽ ആണെങ്കിൽ ആരോടും പരാതി പറയാതെ എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്തു എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. പൊതുവെ ഒരു മത്സരാർത്ഥി പുറത്തായാൽ 2 ദിവസത്തിനുള്ളിൽ അവരെ മറക്കുന്നതാണ് ഈ ഒരു സീസണിലെ പൊതുവെ കണ്ടുവരുന്ന രീതി. എന്നാൽ ജിസേലിനെ പ്രേക്ഷകർ മറന്നിട്ടില്ല. ജിസേലിന്റെ റീ എൻട്രി ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട്. പുറത്തു പോയത് ഷോക്കിംഗ് ആയിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്തായത് നന്നായെന്ന് തോന്നുന്നു എന്നാണ് ജിസേലും പറയുന്നത്. അനാവശ്യമായി വഴക്കുണ്ടാക്കാൻ തനിക്ക് പറ്റില്ല. ഹൗസിനുള്ളിൽ ഇപ്പോൾ തന്നെ മത്സരാർത്ഥികൾ അഗ്രസീവായെന്നും ജിസേൽ പറയുന്നുണ്ട്. ജിസേലിന് കേരളത്തിൽ വളർന്നവരെക്കാൾ വിവരവും വിവേകവും ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡുള്ള പെൺകുട്ടി, വളരെ നല്ല സംസ്കാരം, ഒരുപാട് ഇഷ്ടമാണ്. ആ സംസാരവും എന്തൊരു നല്ല മനസ്സായിരുന്നു. നല്ല റെസ്പെക്ട് കൂടിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ നിന്നെ പോലെ ഒരു പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല. അത്ര നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. ഒരിക്കലും മറക്കില്ല മോളെ നിന്ന്. ഇങ്ങനെയുള്ള കമന്റുകളാണ് ജിസേൽ പുറത്തായപ്പോഴുള്ള സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ.